നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള മുഖംമൂടികളുമായി കാരക്കാട് ദേശച്ചോഴി വീടുകളിലെത്തി. ആചാരപ്പെരുമയിൽ തിരുവാതിരാഘോഷം. കാട്ടുകണ്ടത്തിൽ നിന്നും ചോഴി കെട്ടിയതിനു ശേഷം കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ചോഴികളിക്ക് ശേഷം പിന്നീട് പ്രദേശത്തെ വീടുകളിലേക്ക് ചോഴികളി പ്രവേശിച്ചു. രാത്രി 7 മണി മുതൽ തുടങ്ങിയ ചോഴികളി പുലർച്ചെ 5:30 വരെ നീണ്ടുനിന്നു. തിരുവാതിരച്ചോഴി എന്നാൽ മധ്യകേരളത്തിലെ നായർ സമുദായക്കാർ ധനുമാസത്തിലെ മകയിരം നാളിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രാചീന നാടൻ കലാരൂപമാണ്. ഇത് ഭൂതഗണങ്ങൾ എന്നർത്ഥം വരുന്ന ചോഴികൾ വാഴയിലകൾ ഉടുത്ത് മുത്തിയമ്മയും കാലനും ചിത്രഗുപ്തനുമായി വീടുകൾ കയറി പാട്ടും നൃത്തവും അവതരിപ്പിക്കുന്നു. ഇത് ചോഴികളി എന്ന വിനോദകലയുടെ ഒരു വകഭേദമാണ്. ഇതിൽ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടുന്നു. വീടുകളിൽ ചോഴികളി കഴിഞ്ഞാൽ രാമായണത്തിലെ ശ്ലോകങ്ങൾ സംഘത്തിലെ ആളുകൾ ചൊല്ലും. അത് കഴിഞ്ഞാൽ കാലൻ കൂവുക പതിവാണ്. അത് കഴിഞ്ഞാൽ മുത്തിയമ്മ കളിക്കും. പണം, ചെറുപഴം, നാളികേരം, തോർത്തുമുണ്ട് എന്നിവ നൽകിയാണ് വീട്ടുകാർ ചോഴിയെ യാത്രയയക്കുക. കാരക്കാട് ദേശച്ചോഴിക്ക് ഉപയോഗിക്കുന്ന കോപ്പ് 100 വർഷത്തോളം പഴക്കമുള്ളതാണ്. എന്തായാലും പാട്ടുകളിലേക്ക് ഉഷാറായിക്കോട്ടെ. പാട്ടൊക്കെ ഉഷാറാവും. കളി എന്തായോ വരുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചതാ. ഭക്ഷണം എന്താ കഴിക്കാറോ? കഞ്ഞില്ലേ? തിരുവാതിര കഞ്ഞില്ലേ കഴിക്കുക? അതിപ്പോ നാളെല്ലോ കഴിക്കുക. അപ്പൊ അത് അവിടെ ഒരു ഹോട്ടലിൽ കയറിയതാ. ബിരിയാണി കഴിക്കാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് പറഞ്ഞിതൊന്നും പറയുന്നത് എന്താ പിള്ളേരൊക്കെ ഉഷാറാക്കി കൊണ്ടുവരേ. പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. അതെ, അപ്പൊ അടിപൊളിയാക്കണം. പാടൂലേ? മുത്തിയമ്മക്ക് പാട്ടൊക്കെ വന്നു. എന്തറിയോ, ഇന്നേ മഴക്കാതിരിക്കാനുള്ള ഗുളിക ഉണ്ടായിരുന്നു. അത് മറന്നു. ഉണ്ടായേ. ഒപ്പമുള്ളവരൊക്കെ ഒന്ന് ഓർപ്പിക്കണേ. തുടങ്ങട്ടെ. പിടിക്ക് വേണ്ട കളി വരുന്നില്ല, പാട്ട് മാത്രമേ വരുന്നുള്ളൂ. പഴയ ഉഷാറൊക്കെ പോയി തുടങ്ങി. എത്ര വയസ്സായി അറിയോ? അതെ, വയസ്സിനൊന്നും കാര്യമില്ല. 120 വയസ്സായി. ദേശം കുറച്ചുകൂടെ